ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ അടുത്ത കാലത്ത് പോലീസ് നടത്തിവരുന്ന ഒരു ആചാരമാണ് 10 മണിയാകുമ്പോൾ പരിപാടികളെല്ലാം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നിർബന്ധപൂർവം പോലീസ് തള്ളിക്കയറി ആ പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച പലയിടങ്ങളിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇടപെടലാണ്. കാര്യം കാലാകാലങ്ങളായി ഒരു നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളാണ്. അത് പൊതുവെ രാത്രി നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടാകും. ചിലപ്പോൾ 12 മണി വരെ പരിപാടികൾ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടാകും. അതിനാണ് പൊടുന്നനെ ചിലയിടങ്ങളിൽ മാത്രം പോലീസ് വല്ലാത്ത തോതിൽ അക്കാര്യത്തിൽ ഒരു ബലപ്രയോഗം നടത്തി വന്നത്. ചില അനുഭവങ്ങൾ കണ്ടു മനസ്സിലാക്കാനുമിടയായി. പക്ഷേ ഈ വിഷയം ഇനി അങ്ങോട്ട് നടപ്പാക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കരുതരുത്. കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അത് കാലങ്ങളായി ഒരു പ്രദേശത്തിൻ്റെ ആഘോഷമാണ്. ആ ആഘോഷത്തിന് പൊടുന്നനെ ചെന്ന് തടയിടുന്ന പരിപാടി അങ്ങോട്ട് വെച്ച് നടപ്പാക്കേണ്ട. ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ചിലയിടങ്ങളിൽ മാത്രമാണെന്ന് എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. അത് നേരിട്ട് കണ്ട 1-2 ഉദാഹരണം പറഞ്ഞാൽ, ന്യൂ ഇയറിനോടനുബന്ധിച്ച് പള്ളികളിലെ പരിപാടികൾ നടന്നത് പുലരുവോളമാണ്. അവിടങ്ങളിലൊന്നും പോലീസിന് അത്തരം മൈക്ക് സെറ്റ് ഓഫാക്കുന്ന ആചാരം നടത്തിയതേയില്ല. എന്നാൽ ചില ക്ഷേത്രങ്ങൾ സെൻസിറ്റീവ് അല്ലാത്തിടത്തും ജനങ്ങൾ മര്യാദപൂർവ്വം ഇടപെടുന്നിടത്താണ് പലപ്പോഴും ഈ രീതിയിലുള്ള ഒരു ബലപ്രയോഗം പോലീസ് വച്ച് നടത്തി വന്നത്. ആ പരിപാടിക്ക് ഇനി മുതിരണ്ട എന്നത് നിയമസഭയിൽ തന്നെ ഔദ്യോഗികമായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർ, ഈ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, കുമ്മാട്ടികൾ, വേലകൾ, പൂരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ, സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ, വാദ്യ കലാകാരന്മാരുടെ വാദ്യം അവതരിപ്പിക്കാനൊക്കെ നിയന്ത്രിതമായ സമയമാണ് 10 മണി വരെ. സർ, അതിൽ 1 മണിക്കൂറെങ്കിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് എന്റെ ചോദ്യം. സാധാരണഗതിയിൽ നമ്മുടെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിലും മറ്റും ഒരു പൊതു നിയന്ത്രണം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. 10 മണിക്ക് ശേഷം സാധാരണ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉച്ചഭാഷണികൾ ഉണ്ടാകരുത് എന്ന് പൊതുവെ എല്ലാവരും താല്പര്യപ്പെടുന്നതാണ്. പക്ഷേ നമ്മുടെ നാടിന്റെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിന്റെ ഭാഗമായി കിടക്കുന്നതാണ് ഇത്തരം ഉത്സവങ്ങളും പരിപാടികളുമൊക്കെ. ആ ഉത്സവങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സ്വാഭാവികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ആ പ്രദേശത്തിന്റെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. ആ പ്രദേശത്ത് ആ മൈക്ക് ഉച്ചഭാഷണിയുടെ ശബ്ദം കേൾക്കുന്നതിൽ വലിയ തോതിലുള്ള അലോസരം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയുമില്ല. കാരണം കാലാകാലമായി, എത്രയോ കാലമായി, തലമുറകളായിട്ട് അനുഭവിച്ചു വരുന്നൊരു കാര്യമാണത്. അതിന് തടസ്സമുണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം എന്ന് തന്നെയാണ് കാണുന്നത്. ചില പോലീസ് ഏമാന്മാർക്ക് ഒരു അവസരം കിട്ടിയാൽ ആ അവസരം വെച്ചുകൊണ്ട് തിണ്ണമെടുക്ക് കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് 5-10 മിനിറ്റ് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞാൽ പോലും അതെന്തോ വലിയ മോശമാണെന്നുള്ള തരത്തിലാണ്. എങ്ങനെയും പൊടി തട്ടിപ്പോണം, ഇത് അവസാനിപ്പിക്കണം, അതുമാത്രമേ ഉദ്ദേശമുള്ളൂ. എന്നാൽ മറ്റ് ചിലയിടങ്ങളിൽ, ഇപ്പോൾ തലസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ആറ്റുകാലിൽ നോക്കിയാൽ പുലരുവോളം പരിപാടികൾ നടക്കാറുണ്ട്. ആരും ചെറുക്കാറില്ല. ഈ നാട്ടിൽ കോടതി വിധികളോ നിയമങ്ങളോ ഒരെണ്ണമല്ലേ ഉള്ളൂ. അത് പള്ളികൾക്ക് ന്യൂ ഇയർ കാലഘട്ടത്തിൽ പുലരുവോളം പരിപാടി വയ്ക്കാമെന്നും എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ മാത്രം അത് പാടില്ല എന്ന് പോലീസുകാർക്ക് തീരുമാനമെടുക്കാൻ പറ്റൂ. നടപ്പാക്കുന്നെങ്കിൽ എല്ലായിടത്തും ഒരേ നിയമം. ചിലയിടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാം, മറ്റ് ചിലയിടങ്ങളിൽ പാടില്ല. ഇത്തരം 2 തരം മനോഭാവത്തിനാണ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. അത്തരം പരിപാടികൾ വച്ച് നടത്താമെന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടെങ്കിൽ അത്തരം കലാപരിപാടികൾ പോലീസ് ഏമാന്മാർ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റിവെച്ചേക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാര്യം ഉത്സവങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, പലപ്പോഴും ആൾക്കാരുടെ ഒരു വൈകാരിക തലമാണ്. ആ വൈകാരിക തലത്തെയാണ് പലപ്പോഴും പരിപാടികൾക്കിടയിലേക്ക് കടന്നു കയറി അല്ലെങ്കിൽ അതിക്രമിച്ച് കടന്നുകൊണ്ട് അത് നിർത്തുന്ന സാഹചര്യമെന്ന് പറഞ്ഞാൽ അത് ആസ്വാദകരെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആഘോഷങ്ങളും ഉത്സവങ്ങളെല്ലാം ജനജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് അധികാര ബലപ്രയോഗത്തിലൂടെ നിർത്തിക്കളയാമെന്നുള്ള ചിന്തകൾ അത് ജനങ്ങൾക്കിടയിൽ ഈ സംവിധാനത്തോടുണ്ടാക്കുന്ന വല്ലാത്ത മനോവൈരാഗ്യമുണ്ടാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി അത്തരം പരിപാടികളിലൊന്നും നിയന്ത്രണങ്ങൾ വേണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. കേൾക്കാത്തവർ ഒരിക്കൽ കൂടി ചെവി തുറന്ന് കേട്ടോളൂ. നിങ്ങൾ പലയിടങ്ങളിലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ അത് എത്ര മോശമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല. നിയമം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇന്നലകളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടി പൊടുന്നനെ നിർത്തുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അത് വല്ലാത്ത ബലപ്രയോഗത്തിലൂടെ അടിച്ചേൽപ്പിക്കലാണെന്ന്
മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഏത് ആഘോഷവും ആയിക്കോട്ടെ, എല്ലാം ഒരേ രീതിയിൽ ഈ നാട്ടിൽ നടക്കട്ടെ. ഒരേ നിയമമല്ലേ ഉള്ളൂ. അല്ലാതെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിയമവും മറ്റു ചിലർക്ക് ലളിത നിയമവും എന്നുള്ളൊരു ചട്ടം നമ്മുടെ നാട്ടിലില്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാ ആരാധനാലയങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ നിയമമായിരിക്കണം. അല്ലാത്ത പക്ഷം അത് വേർതിരിവുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്ത സർക്കാരിന്റെ നീക്കം അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശ്വാസം പകരുന്നു.